പ്രിന്റുവിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം. വിഷയം ദേശീയ തലത്തിലും ചർച്ചയാക്കാൻ കോൺഗ്രസ് നേതൃത്വം നീക്കം തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ചർച്ചയ്ക്കിടയിലായിരുന്നു പ്രിന്റു മഹാദേവൻ രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലണമെന്ന വിവാദ പരാമർശം നടത്തിയത്. ഇതിൽ ദാൻകുര്യന്റെ വിശദമായ റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം. ന്യൂസ് 18 ചർച്ചയ്ക്കിടെ ബി.ജെ.പി വക്താവ് പ്രിന്റു മഹാദേവൻ നടത്തിയ രാഹുൽ ഗാന്ധിക്കെതിരായ വിവാദ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പരിപാടികളാണ് നടത്തിയത്. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. രൂക്ഷമായ വിമർശനമാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയിട്ടും പ്രിന്റു മഹാദേവനെതിരെ കേസെടുക്കാൻ തയ്യാറാകാതിരുന്ന പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബി.ജെ.പിയും അതോടൊപ്പം CPM-ഉം തമ്മിലുള്ള ഒത്തുകളിയുടെ ഫലമായിട്ടാണ് അനങ്ങാപ്പാറ നയം ഈ വിഷയത്തിൽ പോലീസ് സ്വീകരിക്കുന്നതെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം. ഇനിയും നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല എങ്കിൽ കോൺഗ്രസ് തുടർച്ചയായ വ്യാപക പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ഇതൊരു തുടക്കം മാത്രമാണെന്നും കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. രാഹുൽ ഗാന്ധിയെ ഇത്തരത്തിലുള്ള ഭീഷണികൾ കൊണ്ടൊന്നും പേടിപ്പിക്കാനാവില്ല എന്നും മുത്തശ്ശിയെയും അച്ഛനെയും സമാനമായ തരത്തിൽ വർഗീയവാദികളുടെ ആക്രമണത്തിന്റെ ഫലമായി നഷ്ടപ്പെട്ട കുടുംബമാണ് രാഹുൽ ഗാന്ധിയുടേതും പ്രിയങ്ക ഗാന്ധിയുടേതെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. എന്തായാലും ന്യൂസ് 18 ചാനൽ ചർച്ചയ്ക്കിടെ പ്രിന്റു മഹാദേവന്റെ ഭാഗത്തു നിന്നുണ്ടായ വിവാദ പ്രസ്താവനയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ദേശീയ തലത്തിലും ഉടലെടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്.